ഇന്നത്തെ നമ്മുടെ ചർച്ച അമേരിക്കയുടെ ഹൃദയമിടിപ്പായ ന്യൂയോർക്ക് സിറ്റിയെക്കുറിച്ചാണ്. എന്നാൽ കേൾക്കുമ്പോൾ അമ്പരപ്പിക്കുന്ന ചില വാദങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉയർന്നു വരുന്നത്. ന്യൂയോർക്ക് സിറ്റി ഒരു അമേരിക്കൻ നഗരമല്ലെന്നും അതൊരു ദുരന്തം നാണക്കേടുമാണെന്നുമാണ് ചിലർ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ആരോപണം? നമുക്കൊന്ന് പരിശോധിക്കാം. ജൂൺ മാസത്തിൽ അമേരിക്കയിലെ കുടിയേറ്റ വിരുദ്ധ ശബ്ദങ്ങൾ ഒരു കണ്ടെത്തൽ പുറത്തുവിട്ടു. ന്യൂയോർക്ക് സിറ്റിയിൽ താമസിക്കുന്നവരിൽ 40% പേരും വിദേശത്ത് ജനിച്ചവരാണ് എന്നതാണത്. വലതുപക്ഷ ചിന്തകനായ മാറ്റ് വാൾഷ് ഇതിനെ ദുരന്തമെന്നും നാണക്കേടെന്നും വിശേഷിപ്പിച്ചു. വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലറും സമാനമായ അഭിപ്രായം പങ്കുവച്ചു. കുടിയേറ്റം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാൽ ഒരു സമൂഹത്തിന് എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ന്യൂയോർക്ക് സിറ്റി എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. പക്ഷേ ഈ കണക്കുകൾ പുതിയ കാര്യമാണ്. യഥാർത്ഥത്തിൽ ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ വാദങ്ങളെല്ലാം അത്ര പുതുമയുള്ളതല്ലെന്ന് മനസ്സിലാകും. 2023 കണക്കനുസരിച്ച് ന്യൂയോർക്ക് സിറ്റിയിലെ 37.5% ആളുകളും വിദേശത്ത് ജനിച്ചവരാണ്. 2023 24 ധാരാളം അഭയാർത്ഥികൾ എത്തിയതുകൊണ്ട് ഈ കണക്ക് ഇപ്പോൾ ഇതിലും കൂടുതലായിരിക്കും. അതുകൊണ്ട് വാൾഷും മില്ലറും പറഞ്ഞ കണക്കുകൾ ഏകദേശം ശരിയാണ്. എന്നാൽ ഇത് പുതിയൊരു പ്രതിഭാസമല്ല. 1800കളിലും 1900ലും ഇതിലും കൂടുതൽ ആളുകൾ ന്യൂയോർക്കിൽ വിദേശത്ത് നിന്ന് വന്നിരുന്നു. 1840 ന്യൂയോർക്കിലെ 45.7% ആളുകളും വിദേശത്ത് ജനിച്ചവരായിരുന്നു. കുടിയേറ്റമില്ലാതെ ന്യൂയോർക്ക് സിറ്റിക്ക് നിലനിൽപ്പില്ലെന്ന് പറയുന്നതാകും ശരി. ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം കാലഘട്ടം എപ്പോഴായിരുന്നല്ലോ? 1970കളിൽ. അന്ന് കുടിയേറ്റം 18.2% കുറഞ്ഞു. ആ സമയത്ത് കുറ്റകൃത്യങ്ങൾ പെരുകി, തൊഴിലില്ലായ്മ വർദ്ധിച്ചു, സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമായി. പഴയ ന്യൂയോർക്കുകാർക്ക് കുറഞ്ഞ വിലയ്ക്ക് വീടുകൾ ലഭിച്ച നല്ല കാലമായി തോന്നിയേക്കാമെന്ന്. എന്നാൽ സാമ്പത്തികമായും ആരോഗ്യപരമായും കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലുമെല്ലാം ഇന്നത്തെ ന്യൂയോർക്കുകാർ 1970കളേക്കാൾ എത്രയോ മെച്ചപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. കുടിയേറ്റക്കാർ നഗരങ്ങൾക്ക് ഗുണകരമാണെന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. അമേരിക്കയിലെ മൊത്തം വിദേശ ജനസംഖ്യ ന്യൂയോർക്ക് സിറ്റിയുടെ ഏറ്റവും കുറഞ്ഞ കുടിയേറ്റ നിരക്കിൽ പോലും എത്തിയിട്ടില്ല. കുടിയേറ്റം കൂടിയ സ്ഥലങ്ങളിൽ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട്. റസ്റ്റ് ബെൽറ്റ് എന്നറിയപ്പെടുന്ന മിൽവാക്കി, ഡെട്രോയിറ്റ് പോലുള്ള നഗരങ്ങൾ ഒരു കാലത്ത് ധാരാളം വിദേശികളുണ്ടായിരുന്നു. 1850 മിൽവാക്കിയിലെ 63% പേരും വിദേശത്ത് ജനിച്ചവരായിരുന്നു. എന്നാൽ കുടിയേറ്റം കുറഞ്ഞപ്പോൾ ഈ നഗരങ്ങൾക്ക് സാമ്പത്തികമായി വലിയ തിരിച്ചടി നേരിട്ടു. 1950 സമ്പന്നമായിരുന്ന ഈ നഗരങ്ങൾ ഇന്ന് ജനസംഖ്യാപരമായും സാമ്പത്തികമായും പിന്നോട്ട് പോയി. കുടിയേറ്റം സാമ്പത്തിക മുന്നേറ്റത്തിന് എങ്ങനെ സഹായിക്കുന്നു എന്നതിന് മിയാമി ഒരു മികച്ച ഉദാഹരണമാണ്. നിലവിൽ 55.4% വിദേശ ജനസംഖ്യയുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമാണ് മിയാമി. ക്യൂബ, ഹെയ്തി, വെനസ്വല എന്നിവിടങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ മിയാമിയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചു. കൂടുതൽ വരുമാനം കിട്ടുന്ന നഗരങ്ങളിലേക്ക് കുടിയേറ്റക്കാർ ആകർഷിക്കപ്പെടുന്നു. ഇത് ആ നഗരത്തിലെ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ന്യൂയോർക്ക് സിറ്റിയിലെ വിദേശികളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന വാൾഷും മില്ലറും ഈ സാമ്പത്തിക വശങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കുടിയേറ്റക്കാർ കൂടിയാൽ ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തമാകുമെന്ന വാദവും ശരിയല്ല. മിയാമിയിലും പരിസരത്തും റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് കൂടുതൽ പിന്തുണ. 2024 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കുടിയേറ്റക്കാരുടെ വോട്ട് ലഭിച്ചത് ഇതിന് തെളിവാണ്. കുടിയേറ്റക്കാർ അമേരിക്കൻ നഗരങ്ങളെ നശിപ്പിക്കുകയല്ല, മറിച്ച് കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ന്യൂയോർക്ക് സിറ്റി അമേരിക്കൻ നഗരമല്ലെന്ന് പറയുന്നവർ ചരിത്രപരമായ വസ്തുതകളെ അവഗണിക്കുകയാണ്. കുടിയേറ്റം ന്യൂയോർക്ക് സിറ്റിയുടെ ആത്മാവാണ്. അതില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ന്യൂയോർക്ക് സിറ്റി ഉണ്ടാകുമായിരുന്നില്ല. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.